റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈക്വലൻസ് റിലേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1, 2, 3 given by R is equal to set of all ordered pair 1, 1, 2, 2, 3, 3, 1, 2, 2, 3 is reflexive but neither symmetric nor transitive. നമുക്ക് ഷോ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റിലേഷൻ സെറ്റ് 1, 2, 3 എന്ന് പറയുന്ന സെറ്റിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്തതിന്റെ റോസ്റ്റർ ഫോം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇത് റിഫ്ലക്സീവ് ആണ്, പക്ഷെ സിമ്മട്രിക്കുമല്ല ട്രാൻസിറ്റീവുമല്ല എന്നുള്ള കാര്യം നമുക്ക് തെളിയിക്കണം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്നതാണ്. നമ്മൾ റിഫ്ലക്സീവ് എന്ന് പറയുന്ന ഡെഫിനിഷൻ പഠിച്ചിരുന്നത് എന്താണ്? ഏത് സെറ്റിലാണോ നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലെ എല്ലാ എലമെന്റിനും അതേ എലമെന്റുമായി ബന്ധമുണ്ടാവണം. ഈ ഒരു കാര്യം റോസ്റ്റർ ഫോം തന്നാൽ നോക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എ എന്ന് പറയുന്ന സെറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത സെറ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ആകെ 3 എലമെന്റ് ആണ് അതിലുള്ളത്, 1, 2, 3. ഇനി നമ്മൾ റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? 1, 1 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടോ നോക്കുക, 2, 2 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടോ നോക്കുക, 3, 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടോ നോക്കുക. 3 ഓർഡേഡ് പെയറും റോസ്റ്റർ ഫോം എഴുതിയതിലുണ്ടെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിലേഷൻ എന്ന് പറയുന്ന കാര്യം ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് റിഫ്ലക്സീവ്. ഇനി കാരണം എഴുതണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. സിൻസ് ഓർഡേഡ് പെയർ 1, 1, ഓർഡേഡ് പെയർ 2, 2, ഓർഡേഡ് പെയർ 3, 3 ബിലോങ്സ് ടു ആർ. എല്ലാ ഓർഡേഡ് പെയേഴ്സുകളും അതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്. ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ റിലേഷനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഓർഡേഡ് പെയറെ നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ രണ്ടും ഒരുപോലെ നിൽക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്മട്രിക് എന്ന് പറയുന്ന കാര്യം തെളിയിക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് റിലേഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരേപോലെയുള്ള കാര്യമാണ് എടുക്കുന്നതെങ്കിൽ 1 റിലേറ്റഡ് ടു 1 എടുക്കുന്നതെങ്കിൽ അത് തിരിച്ചും ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ സിമ്മട്രിക്കിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരേപോലെ നിൽക്കാത്ത എലമെന്റുകളിൽ ഏതെങ്കിലും ഒരു ഓർഡേഡ് പെയർ ആണ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ ആദ്യത്തെ ഓർഡേഡ് പെയർ ഏതാ? 1, 2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ വരുന്നുണ്ട്. ഓർഡേഡ് പെയർ 1, 2 ബിലോങ്സ് ടു ആർ. ഡസ് നോട്ട് ഇംപ്ലൈ ഓർഡേഡ് പെയർ 2, 1 ബിലോങ്സ് ടു ആർ. ശരിയല്ലേ? 2, 1 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ അതിനകത്തുണ്ടോ? ഇല്ല. ആ ഓർഡേഡ് പെയർ അതിനകത്ത് വന്നാൽ മാത്രമേ എന്ത് വരികയുള്ളൂ? ആർ എന്ന് പറയുന്ന കാര്യം സിമ്മട്രിക് ആവുകയുള്ളൂ. അപ്പോൾ ഒരേ ഒരു എക്സാമ്പിൾ മാത്രം നമുക്ക് കാണിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ആർ ഈസ് നോട്ട് സിമ്മട്രിക്. നിങ്ങളിവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ 2, 3 എടുത്തിട്ടുണ്ടെങ്കിൽ 3, 2 എന്ന് പറയുന്ന കാര്യം ഇതിനകത്തില്ല. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾക്ക് അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നതിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. കുറേ എക്സാമ്പിൾ ചിലപ്പോൾ അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് തെളിയിക്കാനുള്ള കാര്യം എന്താ? ട്രാൻസിറ്റീവ് അല്ല എന്നുള്ള കാര്യമാണ് തെളിയിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസിറ്റീവിന്റെ ഏത് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും 2 ഓർഡേഡ് പെയറുകൾ റിലേഷനിൽ നിന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ 1, 2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എടുക്കുകയാണ്. കൂടാതെ ഇനി 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പെയർ എടുക്കാൻ പാടും. അത് നിങ്ങൾക്ക് 2, 2 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 2, 3 എന്ന് പറഞ്ഞ കാര്യം എടുക്കാം. ഞാനിവിടെ ആദ്യത്തെ കാര്യം തന്നെ 2, 2 എന്ന് പറയുന്ന കാര്യം എടുക്കുകയാണ്. 2, 2 എന്ന് പറഞ്ഞ കാര്യം എടുക്കുമ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടേണ്ടത്? 1, 2 എന്ന് പറയുന്ന കാര്യം കിട്ടണം. ഇവിടുത്തെ ഫസ്റ്റിലത്തെയും ഇവിടുത്തെ ലാസ്റ്റത്തെയും കിട്ടണം. 1, 2 എന്ന് പറയുന്ന കാര്യം കിട്ടണം. ഇത് ഓൾറെഡി 1, 2 എന്ന് പറയുന്ന കാര്യം ആ കളക്ഷനകത്തുണ്ട്, അല്ലെങ്കിൽ അതിന്റെ റോസ്റ്റർ ഫോമിനകത്തുണ്ട്. നമുക്ക് ശരിക്കും ചെയ്യാനുള്ളത് എന്താ? നോർ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസിറ്റീവിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ അതിനകത്തുണ്ട്. അത് ഏതാണ് വരുന്നതെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷെ ഞാനിവിടെ 1, 2 ബിലോങ്സ് ടു ആർ എടുത്തു. പിന്നെ 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ഒരു കേസ് എടുത്തു.
ഇനി നമ്മൾക്ക് 1 2 എന്ന് പറയുന്ന അതേ ഓർഡേഡ് പെയർ ഞാൻ എടുക്കുന്നു. ആൻഡ് 2 വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത കാര്യം ഏതാണ്? 2 3. 2 3 എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു. ഇംപ്ലൈസ് 1 3 ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 1ൽ നിന്ന് 3ലേക്ക്, അതായത് ഇവിടുത്തെ ഫസ്റ്റിലത്തെയും ലാസ്റ്റിലത്തെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. 1 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ അതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ പറ്റില്ല. ഇംപ്ലൈസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് ആണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? Therefore R is not transitive. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസുകളിൽ സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്നൊക്കെ തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ആ എക്സാമ്പിൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. എല്ലാം എഴുതണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ നമ്മൾ 1 2 belongs to R does not imply 2 1 belongs to R എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 3 belongs to R എടുക്കാം. അപ്പോൾ 3 2 does not belongs to R എന്ന് പറഞ്ഞ് എഴുതാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ നിർബന്ധമായും കാണിച്ചിട്ടുണ്ടാവണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. താഴെ നമുക്ക് കുറച്ച് റിലേഷൻസുകൾ ഡിഫൈൻ ചെയ്ത് തരും. ആ റിലേഷൻസുകൾ റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ റിലേഷൻ തന്നിരിക്കുന്നത് റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 എക്സെട്ര ടു 14. 1 മുതൽ 14 വരെയുള്ള എലമെന്റുകളാണ് എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ളത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x - y ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സുകളാണ് നമ്മുടെ കളക്ഷനകത്ത് വരുന്നത്. ആർ എന്ന് പറയുന്നതിന്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ അതിനകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുക എന്ന് പറയുന്നതാണ്. ഇതേ ചോദ്യം തന്നെ +1 റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിലേഷൻസുകളെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് റിലേഷന്റെ കണ്ടീഷൻ? 3x - y എന്ന് പറയുന്നത് 0 ആകുന്ന ഓർഡേർഡ് പെയർ എക്സ് വൈകളാണ് റിലേഷനകത്ത് വരാൻ വേണ്ടി പാടുകയുള്ളൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയിലാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എയിലുള്ളത് തന്നെയാണ് എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഞാൻ എക്സിന് ഓരോരോ വാല്യൂസ് ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എക്സിന് 1 എന്ന് പറയുന്ന കാര്യം കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക 3 × 1 - y = 0. അതായത് ഇത് 3 - y = 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y നിർബന്ധമായി അവിടെ എന്താവണം? 3 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് ഏതാ വരിക? 1 3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആണ്. അടുത്ത് ഞാൻ എക്സിന് 2 കൊടുക്കുകയാണ്. 3 × 2 - y = 0. അതായത് 6 - y ആണ് വരിക. അപ്പോൾ y എന്ന് പറയുന്നത് നിർബന്ധമായും 6 ആവണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് 2 6 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇനി എക്സ് എന്ന് പറയുന്നതിന് 3 അപ്ലൈ ആണ്. അപ്പോൾ 3 × 3 - y = 0. y is equal to 9 - y ആണ് 0 ആവേണ്ടത്. അപ്പോൾ y നിർബന്ധമായും 9 ആയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 9 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആണ്. അടുത്തത് എക്സിന് 4 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ആണ്. അപ്പോൾ 3 × 4 - y = 0 വരണം. അതായത് 12 - y 0 ആയിരിക്കണം. അപ്പോൾ y നിർബന്ധമായും അവിടെ 12 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഓർഡേർഡ് പെയർ 4 12 എന്ന് പറയുന്ന കാര്യമാണ്. അടുത്തത് എക്സിന് 5 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 3 × 5 - y = 0. അതായത് 15 - y = 0. y എന്ന് പറയുന്നത് 15 ആയിരിക്കണം. അപ്പോൾ ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 15 എന്ന് പറഞ്ഞ കാര്യമാണ് വരിക. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സിനും വൈനും കിട്ടുന്ന വിലകൾ എയിൽ തന്നെ ആയിരിക്കണം. പക്ഷേ ഈ 15 എന്ന് പറയുന്ന കാര്യം എന്താണ്? എ എന്ന് പറഞ്ഞ കളക്ഷൻ്റെ ഔട്ട്സൈഡ് ആണ്. അപ്പോൾ 5 എന്ന് പറയുന്ന കാര്യം കൊടുക്കുമ്പോൾ 15 വരുന്നു. ഈ ഓർഡേർഡ് പെയർ നമ്മൾ ഒരിക്കലും എടുക്കാൻ വേണ്ടി പാടില്ല. ഇനി നിങ്ങൾ 6 കൊടുത്താൽ പുറത്തുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. 7 കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഇനി മുകളിലേക്ക് ഏത് കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്സൈഡ് നിൽക്കുന്ന ഒരു വാല്യൂ ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇനി മുമ്പിലേക്കുള്ള ഓർഡേർഡ് പെയറുകളൊന്നും നമ്മുടെ റിലേഷൻ്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ വരില്ല. ഇനി ഞാൻ നമ്മുടെ റിലേഷൻ്റെ റോസ്റ്റർ ഫോം ഒന്ന് എഴുതുകയാണ്. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. ഏതൊക്കെ ഓർഡേർഡ് പെയർ നമുക്ക് എഴുതാം?
1 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എഴുതാം, 2 6 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എഴുതാം, 3 9 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എഴുതാം, 4 12 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എഴുതാം. ഇത്രയും ഓർഡേഡ് പെയേഴ്സുകളാണ് അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലേഷനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ റോസ്റ്റർ ഫോം മാത്രം കണ്ടെത്തി. ഇനിയാണ് നമ്മളിത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. റിലേഷൻ എന്ന് പറയുന്നതിന് ആദ്യം നമുക്ക് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞ കാര്യം നോക്കാം. റിഫ്ലക്സീവ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ ശരിക്ക് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 എക്സെട്രാ ടു 14 ഇത്രയാണുള്ളത്. റിഫ്ലക്സീവ് ആവണം ഈ റിലേഷൻ എന്നുണ്ടെങ്കിൽ 1 1 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം, അങ്ങനെ 14 14 എന്ന് പറഞ്ഞ വരെ ഓർഡേഡ് പെയറുകൾ എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ 1 1 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 1 1 എന്ന് പറയുന്നതിനകത്ത് ഇല്ല എന്ന് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് റിഫ്ലക്സീവ് അല്ല എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നമുക്ക് R is not reflexive since ordered pair 1 1 does not belongs to R. തെറ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് 2 2 does not belongs to R എന്നുള്ള കാര്യമൊക്കെ കാണിക്കാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചാൽ മതി. ഓക്കെ, ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞ കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ ഇതിലെ 1 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എടുക്കുകയാണ്. 1 3 belongs to R does not imply 3 1 belongs to R. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം 1 3 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ അതിലുണ്ട്, 3 1 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ അതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ R എന്ന് പറയുന്നത് നോട്ട് സിമ്മട്രിക്. ഒരിക്കലും റിലേഷൻ എന്ന് പറയുന്നത് അവിടെ സിമ്മട്രിക് ആവില്ല. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കാര്യം പറയുന്നതിന് വേണ്ടി 1 3 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ ഞാൻ റിലേഷനിൽ എടുത്തു. ഇനി നമ്മൾ എടുക്കുമ്പോൾ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ എടുക്കണം. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 9 ഉണ്ട് അവിടെ. 3 9 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ഞാൻ എടുത്തു. ട്രാൻസിറ്റീവ് ആയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് 1 9 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആണ്. 1 9 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ അതിനകത്തില്ല. അപ്പോൾ അത് ഡസ് നോട്ട് ഇംപ്ലൈ എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവുമല്ല. Therefore, R is not transitive. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവും അല്ല, സിമ്മട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. റിലേഷൻ R in the set n of natural numbers defined as R equal to set of all ordered pair xy such that y equal to x plus 5 and x less than 4. ഇവിടെ റിലേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് n എന്ന് പറയുന്ന സെറ്റിന്റെ മുകളിലാണ്. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് വരുമ്പോൾ സാധാരണ റോസ്റ്റർ ഫോമിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ റിലേഷൻ ഡിഫൈൻ ചെയ്ത പ്രത്യേകത ഉള്ളത് കൊണ്ട് നമുക്കിതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കാൻ എളുപ്പമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് റിലേഷൻ തന്നിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ റിലേഷനകത്ത് ഓർഡേഡ് പെയർ എക്സ് വൈകളാണ് ഉണ്ടായിരിക്കുക. അതിലെ y എന്ന് പറയുന്നത് എപ്പോഴും x plus 5 തുല്യമായിരിക്കും. x എന്ന് പറയുന്നതിന് 4നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് കൊടുക്കേണ്ടത്. ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആകെ എക്സിന് 3 വാല്യൂസേ കൊടുക്കാൻ പറ്റുള്ളൂ. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. ഓക്കെ, ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ ഓരോ വൈകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഓർഡേഡ് പെയർസുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ആ ഓർഡേഡ് പെയർസുകൾ മാത്രമേ ഈ റിലേഷനകത്ത് വരികയുള്ളൂ. നമുക്ക് ആദ്യം അതിൻ്റെ റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് പോയി നോക്കാം. ആദ്യം എക്സിന് 1 കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്, x plus 5 ആണ്. അപ്പോൾ ഇവിടെ 1 plus 5 അതായത് 6 വരും. അപ്പോൾ ഒരു ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് 1 6. എക്സിന് 2 കൊടുക്കുകയാണ്. y എന്ന് പറയുന്നത് അപ്പോൾ 2 plus 5 വരും. 2 plus 5 എന്ന് പറഞ്ഞാൽ 7 വരും. അപ്പോൾ രണ്ടാമത്തെ ഓർഡേഡ് പെയർ 2 7. അടുത്തത് എക്സിന് 3 കൊടുക്കുകയാണ്. y എന്ന് പറയുന്നത് 3 plus 5 8 വരും. അപ്പോൾ അടുത്ത ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് 3 8. ഇനി നമ്മൾക്ക് വേറെ വാല്യൂസുകളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുന്ന സമയത്ത് 1 6 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടാവും, 2 7 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടാവും, 3 8 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഉണ്ടാവും. ഇത്രയും ഓർഡേഡ് പെയേഴ്സാണ് അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഈ റിലേഷൻ നാച്ചുറൽ നമ്പർ സെറ്റ് മുകളാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ അവിടെ മുൻപിലേക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആ സെറ്റിനകത്തുണ്ട്. ഇത് റിഫ്ലക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ 1 1 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ അതിനകത്ത് ഉണ്ടാവണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം 1 1 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഒരിക്കലും റിഫ്ലക്സീവ് ആവുകയില്ല. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു R എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല. കാരണം
ഓർഡേഡ് പെയർ 1 1 എന്ന് പറയുന്ന ഒരിക്കലും റിലേഷനകത്ത് ഇല്ല. ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞ കാര്യം പറയുന്നതിന് വേണ്ടി 1 6 എന്ന് പറഞ്ഞ ഒരു ഓർഡേഡ് പെയർ ഞാൻ എടുക്കുകയാണ്. ഇവിടെ നിന്ന് 6 1 ബിലോങ്സ് ടു ആർ ആണെന്ന് പറയാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്മട്രിക് ആണെന്ന് പറയാം. പക്ഷെ 1 6 അതിലുണ്ട്, 6 1 അതിലില്ല. അതുകൊണ്ട് ഡസ് നോട്ട് ഇംപ്ലൈ ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ സിമ്മട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ 1 6 എന്ന് പറഞ്ഞ ഒരു ഓർഡേഡ് പെയർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പെയർ ഉണ്ടാവണം. അങ്ങനെ ഒരു ഓർഡേഡ് പെയർ അവിടെ ഇല്ല. ഇനി 2 7 എടുക്കുകയാണെങ്കിൽ 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ വേണം. അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. 3 8 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എടുക്കുകയാണെങ്കിൽ 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ വേണം. അങ്ങനെ ഒരു ഓർഡേഡ് പെയർ അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് 2 ഓർഡേഡ് പെയർ എടുത്തിട്ടാണ് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യം നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതുക, ആ റിലേഷൻസുകൾ ട്രാൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു എഴുതുക. അപ്പോൾ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം, therefore R is transitive. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 മുതൽ 6 വരെയുള്ള നമ്പറുകളാണ് ഉള്ളത്. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. y എന്ന് പറയുന്നതിനെ എക്സ് കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഓർഡേർഡ് പെയർസുകളാണ് ഈ റിലേഷനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എക്സിനും വൈനും ഏത് വാല്യൂസ് വരാൻ പാടും, 1 മുതൽ 6 വരെയുള്ള കാര്യങ്ങളെ വരാൻ വേണ്ടി പാടുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞ കാര്യം എഴുതണം. അതിനുശേഷം നമുക്ക് റിഫ്ലക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ റോസ്റ്റർ ഫോം എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഇതിൻ്റെ മീനിങ് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറഞ്ഞ കാര്യം എഴുതിയാൽ ഈ വൈനെ എക്സ് കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എ ക്രോസ് എ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കാം. എ ക്രോസ് എ ആലോചിക്കുന്ന സമയത്ത് മൊത്തം 36 ഓർഡേർഡ് പെയേഴ്സുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. കാരണം എ എന്ന് പറഞ്ഞ കളക്ഷനകത്ത് 6 നമ്പേഴ്സുകളുണ്ട്. അപ്പോൾ എ ക്രോസ് എയിൽ 6 × 6 36 ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാവും. ഈ 36 ഓർഡേർഡ് പെയേഴ്സിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന എത്ര ഓർഡേർഡ് പെയർ ഉണ്ട് അത് മാത്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വൈനെയാണ് കൃത്യമായിട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ടൊന്ന് ഓർമ്മയിൽ വെക്കുക. തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന റോസ്റ്റർ ഫോമിൽ വ്യത്യാസം വരും. അപ്പോൾ കിട്ടുന്ന ആൻസറിലും വ്യത്യാസപ്പെടും. ഓക്കെ, ഞാൻ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് എഴുതാൻ പോവുകയാണ്. നമ്മൾ 1 1 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയറാണ് ആദ്യം കാണുക. ഈ 1 1 എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 1 2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം. 1 3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം. 1 4 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം. 1 5 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. 1 6 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇനി 2 1 ആണ് ശരിക്ക് നെക്സ്റ്റ് വരിക. 2 1 ഒരിക്കലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്തത് 2 2 ആണ് വരിക. 2 2 എന്ന് പറയുന്ന കാര്യം നമ്മുടെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. 2 3 എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ പറ്റില്ല. അടുത്തത് 2 4 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. 2 5 എഴുതാൻ പറ്റില്ല. 2 6 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അടുത്തത് 3 1 എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ പറ്റില്ല. 3 2 എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ പറ്റില്ല. 3 3 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. 3 4 പറ്റില്ല. 3 5 പറ്റില്ല. 3 6 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എഴുതാം. 4 1 പറ്റില്ല. 4 2 പറ്റില്ല. 4 3 പറ്റില്ല. 4 4 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. 4 5 പറ്റില്ല. 4 6 പറ്റില്ല. 5 1 5 2 5 3 5 4 പറ്റില്ല. പിന്നെ 5 5 എന്ന് പറഞ്ഞ കാര്യമാണ് പറ്റുന്നത്. നെക്സ്റ്റ് 6 6 എന്ന് പറഞ്ഞ കാര്യമാണ് പറ്റുന്നത്. ഇത്രയുമാണ് അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതിയാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. റിഫ്ലക്സീവ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ 1 മുതൽ 6 വരെ ഉണ്ട്. ഇപ്പോൾ 1 1 ഓർഡേർഡ് പെയർ അതിൽ ഉണ്ടാവണം. 2 2 ഉണ്ടാവണം. 3 3 ഉണ്ടാവണം. 4 4 ഉണ്ടാവണം. 5 5 ഉണ്ടാവണം. 6 6 ഉണ്ടാവണം. നോട്ടത്തിൽ തന്നെ നമുക്കിത് പറയാം. ഇവിടെ 1 1 ഉണ്ട്. കുറച്ച് മുമ്പിലേക്ക് പോയാൽ ഇവിടെ 2 2 ഉണ്ട്. ഇവിടെ 3 3 ഉണ്ട്. ഇവിടെ 4 4 ഉണ്ട്. 5 5 ഉണ്ട്. 6 6 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം, ക്ലിയർലി ആർ ഈസ് റിഫ്ലക്സീവ്. ഈ റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് ആണ്. പ്രത്യേകം ഇങ്ങനെ റീസൺ കാണിക്കൊന്നും വേണ്ട, കാരണം എല്ലാ ഓർഡേർഡ് പെയേഴ്സും അതിനകത്തുണ്ട്. ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ 1 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് റിലേഷനകത്ത് നിന്ന് എടുക്കുകയാണ്. ഇത് സിമ്മട്രിക് ആവണമെന്നുണ്ടെങ്കിൽ 2 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ അതിനകത്ത് ഉണ്ടാവണം. 2 1 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ അതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ
ഡസ് നോട്ട് ഇംപ്ലൈ ആണ്. ഡസ് നോട്ട് ഇംപ്ലൈ ആയതുകൊണ്ട് തന്നെ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. 1 2 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ എടുത്തു. ഇനി അടുത്ത് എടുക്കേണ്ടത് എന്താണ്? 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേഡ് പെയർ ആണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ 1 2 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എടുത്തു. 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 2 2 എടുക്കാം, 2 4 എടുക്കാം, 2 6 എടുക്കാം. അപ്പൊ നമ്മൾ 2 2 തന്നെയാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. 2 2 തന്നെയാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾക്ക് 1 2 എന്ന് പറയുന്ന കാര്യമാണ് കിട്ടുക. അത് റിലേഷന് അകത്ത് തന്നെ ഉണ്ട്. എന്നാൽ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം. 1 2 belongs to R എടുത്തു. അടുത്തത് 2 4 belongs to R എന്ന് പറഞ്ഞ കാര്യം എടുത്തു. 2 2 കഴിഞ്ഞാൽ അടുത്ത് പിന്നെ 2 4ന്റെ കാര്യം വരിക. 2 4 എന്ന് പറഞ്ഞ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1 4. 1 4 belongs to R ആണ്. അവിടെയും 1 4 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ റിലേഷൻ അകത്ത് ഉണ്ട്. 1 2 എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ ഇനി 2 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തൊരു എലമെന്റ് 2 6 എന്ന് പറയുന്ന കാര്യമാണ്. 2 6 എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2 6 belongs to R implies 1 6 belongs to R. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമ്മൾക്ക് 1 2 തന്നെ എടുക്കണമെന്നില്ല. ഇനി 1 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 3 3 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ എടുക്കാം, അല്ലെങ്കിൽ 3 6 എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ എടുക്കാം. അവിടെയൊക്കെ എന്ത് വരും? ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കാര്യം ഹോൾഡ് ചെയ്യും. 1 4 എടുക്കുന്നതെങ്കിൽ നമുക്ക് 4 4 എന്ന് പറയുന്നത് എടുക്കാം. അപ്പോൾ 1 4 തന്നെയാണ് വരിക. അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഓർഡേഡ് പെയർസുകളൊക്കെ റിലേഷനകത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യം പറയാം. ശരിക്കും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ ഈ 1 2 belongs to R 2 2 belongs to R എന്ന് പറഞ്ഞ കാര്യം എടുത്ത് അതിലുള്ളതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അത് കിട്ടുന്നുവെങ്കിൽ മറ്റുള്ള കാര്യത്തിലും അത് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഉറപ്പിക്കാനൊന്നും പറ്റില്ല, ചെയ്ത് നോക്കുന്ന വേണം ശരിക്ക്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ ചില രണ്ട് ഓർഡേഡ് പെയർസുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫസ്റ്റും ലാസ്റ്റും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാമ്പിൾ പെട്ടെന്ന് വിസിബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കണക്ട് ചെയ്യാൻ. ശരിക്കും ട്രാൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യം എഴുതുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ശരിക്കും അത് നോട്ട് ചെയ്യാൻ. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഇസഡ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. ഇസഡ് എന്ന് പറയുന്ന സെറ്റിന്റെ മുകളിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇസഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. എങ്ങനെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻഡിജർ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ഓർഡേഡ് പെയർസുകളുടെയും കളക്ഷൻ ആണ് ആർ എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജർ ആണ്, ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ജനറൽ ഐഡിയയിൽ നിന്നുകൊണ്ടാണ് മുമ്പിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആർബിട്രറി ആയിട്ട് ഇസഡ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഒരു എക്സ് ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഇസഡ്. നമുക്ക് റിഫ്ലക്സീവ് ആണെന്നുണ്ടെങ്കിൽ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന കാര്യം കിട്ടണം. ഈ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താവണം? ഇൻഡിജർ ആവണം. എക്സ് മൈനസ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. 0 എന്ന് പറയുന്നത് ഇൻഡിജർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ എഴുതി വന്നിരിക്കുന്നതിൽ എവിടെയും യാതൊരു വൈലേഷനും ഇല്ല. 0 ഇൻഡിജർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന കാര്യം ഇൻഡിജർ ആണ്. എക്സ് മൈനസ് എക്സ് ഇൻഡിജർ ആണെങ്കിൽ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന കാര്യമാണ്. എക്സ് ആർബിട്രറി ആയതുകൊണ്ട് ഏത് എക്സുകൾക്കും ഇത് പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore R ഈസ് റിഫ്ലക്സീവ്. ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്. ഇനി സിമ്മട്രിക് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു ആർ. ഒരു റിലേഷനകത്ത് നിന്നും ഒരു ജനറൽ ആയിട്ട് ഒരു ഓർഡേഡ് പെയർ ഞാൻ എടുക്കുകയാണ് എക്സ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കണ്ടീഷൻ എന്താ? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ implies minus of y minus x is an integer. ഇവിടെ നോക്കൂ, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മൈനസ് ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ വരും. മൈനസ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് എക്സ് വരും. അതായത് എക്സ് മൈനസ് വൈ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എക്സ് മൈനസ് വൈ ഇൻഡിജർ എന്ന് പറഞ്ഞു, താഴെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, -2 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്.
3 എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്, -3 എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്. അപ്പം നമ്മൾക്ക് ഈ -(y-x) എന്ന് പറയുന്ന കാര്യം ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ y-x എന്ന് പറയുന്ന കാര്യം എന്താവും? ഇൻറ്റിജർ ആവും. അതായത് ആ നെഗറ്റീവിനെ മാറ്റി നിർത്താം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. 3 ഇൻറ്റിജർ ആണെങ്കിൽ -3 ഇൻറ്റിജർ ആണ്, -4 ഇൻറ്റിജർ ആണെങ്കിൽ 4 ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ലോജിക് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് പറയാം y-x ഈസ് ആൻ ഇൻറ്റിജർ. y-x എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. y-x ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓർഡേർഡ് പെയർ yx ബിലോങ്സ് ടു r. ഓർഡേർഡ് പെയർ xy ബിലോങ്സ് ടു r എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എന്ത് കിട്ടി? ഓർഡേർഡ് പെയർ yx ബിലോങ്സ് ടു r എന്ന് പറഞ്ഞ കാര്യം കിട്ടി. അതായത് therefore r is symmetric. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവിന്റെ കാര്യം ഒന്ന് നോക്കാം. ട്രാൻസിറ്റീവിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ xy എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ റിലേഷൻ അകത്ത് നിന്ന് എടുത്തു. അതുപോലെ തന്നെ yz എന്ന് പറയുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ കൂടി റിലേഷൻ അകത്ത് നിന്ന് എടുത്തു. എടുക്കുമ്പോൾ വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഓർഡേർഡ് പെയറുകൾ അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x-y എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. അതേപോലെ തന്നെ y-z എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ ആണ്. രണ്ട് പോയിന്റുകളാണ് അവിടെ പറയാൻ പറ്റുക. x-y എന്ന് പറയുന്നതും ഇൻറ്റിജർ ആണ്, y-z എന്ന് പറയുന്നതും എന്താണ്? ഇൻറ്റിജർ ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എഴുതുന്നത്. വി നോ ദാറ്റ് x minus z equal to x minus y plus y minus z. ചെയ്തിരിക്കുന്ന കാര്യം എന്താ? x കഴിഞ്ഞതിന് ശേഷം ഒരു y മൈനസ് ചെയ്തു, അപ്പോൾ തന്നെ y ആഡ് ചെയ്തു, മൈനസ് z എന്ന് പറഞ്ഞ കാര്യം എഴുതി. അപ്പോൾ ഫലത്തിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x മൈനസ് z തന്നെയാണ്. ഇതിനെങ്ങനെ എഴുതാം എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടും പറയാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് x-y എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്, y-z എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇവിടെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് രണ്ടും ഇൻറ്റിജറുകളാണ് എന്നുള്ളതാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻറ്റിജറുകൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? മറ്റൊരു ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, ആ ഒരു ലോജിക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ വേണമെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രം ഇക്വേഷൻ സ്റ്റാർ x-z ഈസ് ആൻ ഇൻറ്റിജർ. എന്താണ് അതിന്റെ കാരണം? തൊട്ട് മുകളിൽ സ്റ്റാറിൽ പറഞ്ഞിട്ടുണ്ട് x-y ഇൻറ്റിജർ ആണ്, y-z ഇൻറ്റിജർ ആണ്. രണ്ട് ഇൻറ്റിജറുകൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇൻറ്റിജർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഫ്രം ഇക്വേഷൻ സ്റ്റാർ x-z ഈസ് ആൻ ഇൻറ്റിജർ. x-z ഇൻറ്റിജർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? xz ബിലോങ്സ് ടു r എന്ന് പറഞ്ഞ കാര്യം പറയാം. അപ്പോൾ xy ബിലോങ്സ് ടു r ഉം yz ബിലോങ്സ് ടു r ഉം നിലനിൽക്കുമ്പോൾ മാത്രമേ xz ബിലോങ്സ് ടു r എന്ന് പറഞ്ഞ കാര്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? therefore r ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, അതുപോലെ ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ ഇൻഫൈനൈറ്റ് സെറ്റുകളിൽ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിന്റെ ആൻസറിലേക്ക് എത്തുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് 1 2 3 4 5 6 1 മുതൽ 6 വരെയുള്ള നമ്പറുകളാണ് ആ കളക്ഷൻ അകത്തുള്ളത്. ആ കളക്ഷന്റെ മുകളിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു രീതിയിലാണ്. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു a+1. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഓർഡേർഡ് പെയർ എ ബികളാണ് നമ്മുടെ റിലേഷനകത്ത് ഉണ്ടായിരിക്കുക. ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇത് ചെക്ക് ചെയ്യുക, അതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുകയാണ്. റോസ്റ്റർ ഫോം എഴുതാനുള്ള കാരണം നമുക്ക് തന്ന കളക്ഷൻ എന്താണ്? ഫൈനൈറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എ ആണെങ്കിലും ബി ആണെങ്കിലും അത് തന്ന കളക്ഷനകത്തുള്ള നമ്പറുകൾ മാത്രമേ ആവാൻ വേണ്ടി പാടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എ എന്ന് പറയുന്നതിന് 1 കൊടുക്കുകയാണ്. എക്ക് 1 കൊടുക്കുന്ന സമയത്ത് ബി എന്ന് പറയുന്ന കാര്യം 1 + 1 വരും. എത്ര വരും? 2 വരും. അടുത്തത് എക്ക് 2 കൊടുക്കുകയാണ്. ബി ഈക്വൽ ടു 2 + 1 2 + 1 എന്ന് പറഞ്ഞാൽ 3 വരും. എ ഈക്വൽ ടു 3 കൊടുക്കുകയാണ്. ബി ഈക്വൽ ടു 3 + 1 which is equal to 4. എ ഈക്വൽ ടു 4 കൊടുത്താൽ ബി ഈക്വൽ ടു 4 + 1 5 വരും. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 5 + 1 ഈക്വൽ ടു 6. എ ഈക്വൽ ടു 6,
എക്ക് 6 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. ബി എന്ന് പറയുന്നത് 6 + 1 7 ആണ്. പക്ഷെ ഈ 7 എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമ്മുടെ കളക്ഷനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡേർഡ് പെയർ മാത്രം നമ്മൾ റോസ്റ്റർ ഫോം എഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്തുകയില്ല. ബാക്കിയുള്ള ഓർഡേർഡ് പെയർസുകളെല്ലാം വരും. ഓർഡേർഡ് പെയർസ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഇവിടെ ആണെങ്കിൽ 1 2 വരും. അടുത്ത ഓർഡേർഡ് പെയർ ആണെങ്കിൽ 2 3 വരും. അടുത്ത ഓർഡേർഡ് പെയർ 3 4 വരും. അടുത്ത ഓർഡേർഡ് പെയർ 4 5 വരും. അടുത്ത ഓർഡേർഡ് പെയർ 5 6 വരും. ഇത്ര ഓർഡേർഡ് പെയർസ് ആണ് വരിക. അപ്പൊ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്ന കാര്യം സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 2 2 3 3 4 4 5 5 6. അപ്പോൾ നമ്മൾ അതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് എഴുതി കഴിഞ്ഞത്. ഇനി നമ്മൾ ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നിർബന്ധമായും റിലേഷനകത്ത് വേണം. പക്ഷെ 1 1 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഇതിനകത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് സിൻസ് ഓർഡേർഡ് പെയർ 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. 1 1 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ഇല്ലാത്തത് കൊണ്ട് ഈ റിലേഷൻ ഒരിക്കലും റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി 1 2 എന്ന് പറയുന്ന എലമെന്റ് ഞാൻ എടുക്കുകയാണ്. ഇംപ്ലൈസ് 2 1 ബിലോങ്സ് ടു ആർ എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. പക്ഷെ 2 1 എന്ന് പറയുന്ന കാര്യം അതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ഡസ് നോട്ട് ഇംപ്ലൈ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് നോട്ട് സിമെട്രിക്. അപ്പൊ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല സിമെട്രിക്കും അല്ല. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ 1 2 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുന്നു. ഇനി 2 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ് 2 3 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. അപ്പൊ 2 3 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുന്നു. ഇവിടെ എലമെന്റുകളെല്ലാം ഓർഡേർഡ് പെയർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. 1 2 ബിലോങ്സ് ടു ആർ ആൻഡ് 2 3 ബിലോങ്സ് ടു ആർ. ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ 1 3 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ കാര്യം കിട്ടണം. അപ്പോൾ ഇവിടെ 1 3 ഉണ്ടോ ഒബ്സർവ് ചെയ്താൽ മതി. അതിൽ 1 3 ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റില്ല. therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് z ഓഫ് ഇന്റിജേഴ്സ് ഗിവൺ ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ഇവിടെ z എന്ന് പറയുന്ന സെറ്റിന്റെ മുകളിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്ന കാര്യം സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സുകളാണ് ആർ എന്ന് പറയുന്നതിന്റെ റോസ്റ്റർ ഫോമിനകത്ത് ഉണ്ടായിരിക്കുക. 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എ മൈനസ് ബി എന്ന് പറയുന്നതിനെ 2 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഏതാണ്? ഇൻറ്റിജർ സെറ്റാണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോസ്റ്റർ ഫോം എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ജനറൽ ഐഡിയയിൽ തന്നെ മുമ്പിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മുൻപേ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത അതേപോലെ തന്നെ ആർബിട്രറി ആയിട്ട് ഒരു എ എന്ന് പറയുന്ന എലമെന്റ് ഇസഡ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുക്കുകയാണ്. റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എ ബിലോങ്സ് ടു ആർ എന്ന് പറയുന്ന കാര്യം കിട്ടണം. എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? 2 ഡിവൈഡ്സ് എ മൈനസ് എ എന്ന് പറയാൻ പറ്റണം. അതായത് 2 ഡിവൈഡ്സ് എ മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഇത് എല്ലായ്പ്പോഴും ശരിയാണ്. 0 എന്ന് പറയുന്നതിന് 2 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ 2 ഡിവൈഡ്സ് 0 ആയതുകൊണ്ട് 2 ഡിവൈഡ്സ് എ മൈനസ് എ എന്ന് പറഞ്ഞ കാര്യം റെഡിയാണ്. 2 ഡിവൈഡ്സ് എ മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന എലമെന്റ് റിലേഷനകത്ത് ഉണ്ടായിരിക്കും. എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഏത് എകൾ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore R is reflexive. ഇനി സിമെട്രിക് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ കാര്യം എടുത്താൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? 2 ഡിവൈഡ്സ് എ മൈനസ് ബി ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: മൈനസ് ഓഫ് ബി മൈനസ് എ. മൈനസ് ഇൻറ്റു ബി മൈനസ് ബി, മൈനസ് ഇൻറ്റു മൈനസ് എ എന്ന് പറഞ്ഞാൽ പ്ലസ് എ. അപ്പൊ എ മൈനസ് ബി തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക: 2 ഡിവൈഡ്സ് ബി മൈനസ് എ. ഞാൻ അവിടുത്തെ മൈനസിനെ മാറ്റി നിർത്തി.
നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട എക്സാമ്പിൾസുകൾ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് 4 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -4 എന്ന് പറയുന്ന നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ടേം ആയാലും നെഗറ്റീവ് ടേം ആയാലും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, a-b എന്ന് പറയുന്ന ടേമിനെ 2 കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേ a-b തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത്, പക്ഷെ അതിന്റെ ഫോമിൽ ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് മാത്രം. അപ്പോൾ -b - a എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് മാത്രം മാറ്റുന്നത്, ഇതിന്റെ മൈനസ് ഭാഗമാണ് മാറ്റുന്നത്. ആ മൈനസ് ഭാഗം മാറ്റുന്നതിന്റെ കാരണം എന്താണ്, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 4 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു നമ്പർ നിങ്ങൾ എടുത്തു, അതിൻ്റെ തന്നെ നെഗറ്റീവ് പാർട്ടിനെയും എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം മാറ്റി നിർത്തിയാൽ പോസിറ്റീവ് ആയതാണ് കിട്ടുക. പോസിറ്റീവായ ആ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ഒരു ലോജിക്കിലാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയിരുന്നത്, 2 divides b minus a എന്ന് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്. 2 divides b minus a ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഓർഡേർഡ് പെയർ ബി എ ബിലോങ്സ് ടു ആർ, എ ബി ബിലോങ്സ് ടു ആർ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ബി എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ കാര്യം കിട്ടി. അങ്ങനെയാണെങ്കിൽ therefore R is symmetric. ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ഓർഡേർഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, 2 divides a minus b and 2 divides b minus c. a minus b എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ b minus c എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എടുക്കുന്നത്, we know that a minus c equal to, a minus c എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, a minus b plus b minus c. നോക്കൂ, മൈനസ് ബി പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും, അപ്പോൾ a minus c തന്നെ ആകും. ഇതിനെ കഴിഞ്ഞൊരു ചോദ്യത്തിൽ ചെയ്ത പോലെ ബ്രാക്കറ്റിംഗ് കേസ് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ a minus b എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിനകത്തും b minus c എന്ന് പറഞ്ഞ മറ്റൊരു ബ്രാക്കറ്റിനകത്തും ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്, a minus c ആണ്. ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ഞാൻ ഇക്വേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞ കാര്യമായിട്ട് എടുത്താൽ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, a minus b നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് ഈ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, b minus c നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് ഈ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പറുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവയുടെ സം എത്ര വരിക, 6 ആണ് വരിക. 6നെയും എന്ത് ചെയ്യാം, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു നമ്പർ -2 എടുത്തു, മറ്റൊരു നമ്പർ നമ്മൾ -4 എടുത്തു, അവയുടെ സം എത്ര വരിക, -6 ആണ്. അതിനെയും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു നമ്പർ -2 എടുത്തു, മറ്റൊരു നമ്പർ 6 എടുത്തു, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, 4 ആണ് കിട്ടുക. 4നെ എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ചുരുക്കത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേമിനെയും അല്ലെങ്കിൽ ആ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കണക്ട് ചെയ്യാം, ഫ്രം ഇക്വേഷൻ നമ്പർ സ്റ്റാർ 2 divides a minus c. അപ്പോൾ ഈ 2 divides a minus c വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായേ പറ്റൂ, എ ബി ബിലോങ്സ് ടു ആറും ബി സി ബിലോങ്സ് ടു ആറും ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ 2 divides a minus b യും 2 divides b minus c യും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഓർഡേർഡ് പെയർ എ സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ. ഇത് രണ്ടും ഉണ്ട്, അപ്പോൾ തന്നെ ഈ കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore R is transitive. ഇപ്പോൾ നമ്മൾ റിഫ്ലെക്സീവ് ആണെന്ന് പറഞ്ഞു, സിമ്മട്രിക് ആണെന്ന് പറഞ്ഞു, ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് R is an equivalence relation. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഷോ ചെയ്യാൻ പറഞ്ഞിരുന്നതും ഇത് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൽ ഈ ഈക്വലൻസ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ അതിന് മുൻപേയുള്ള ക്വസ്റ്റ്യൻസുകളും
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ പരമാവധി സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ തന്നെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസുകളിൽ വീണ്ടും ഒരു സെലക്ഷൻ നടത്താതെ പരമാവധി മുഴുവൻ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനിലുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടി ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.